ഇന്ത്യ സഞ്ജുവിന്റെ ചിറകിലേറി ലോകകപ്പ് സെമിഫൈനലിലേക്ക് കുതിച്ച ദിവസം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വിർച്വൽ ക്വാർട്ടർ ഫൈനൽ മത്സരശേഷം സച്ചിൻ തെണ്ടുൽക്കർ ഒരു പോസ്റ്റ് ഇടുന്നു. സഞ്ജുവിന്റെ പെർഫോമൻസിനെ കുറിച്ച് തന്റെ പോസ്റ്റിൽ അദ്ദേഹം ഒരു വരി കുറിക്കുന്നു. ക്രീസിലെ സഞ്ജുവിന്റെ കാം പ്രസൻസ് അതിശയകരമായ കാഴ്ചയായിരുന്നു എന്ന്. സച്ചിൻ ആ പോസ്റ്റിൽ മറ്റൊരു കളിക്കാരന്റെയും പേര് പരാമർശിച്ചിരുന്നില്ല. ശരിയാണ്, അതിന്റെ കാര്യവുമില്ലായിരുന്നു. അത് സഞ്ജുവിന്റെ മാത്രം ക്രെഡിറ്റിൽ വരേണ്ട ഒരു ചേസ് ആയിരുന്നു. പക്ഷേ പ്രശ്നം അതല്ല. സച്ചിൻ സഞ്ജുവിന്റെ പേര് പറഞ്ഞിട്ടും പല ദോഷേകതൃക്കുകളും അതിൽ ചൂഴ്ന്നിറങ്ങി പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ചില മലയാളികൾ ആ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞ കമന്റുകളാണ് ഇതൊക്കെ. സച്ചിന് സഞ്ജുവിനെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കാൻ മടിയുള്ളതുപോലെ തോന്നി. സഞ്ജു ഇതിനേക്കാൾ പ്രശംസ അർഹിക്കുന്നു, സ്ട്രോങ് ആയി അംഗീകരിക്കൂ. ഇങ്ങനെ പോയി കമന്റുകൾ. ഈ പറഞ്ഞതിലധികവും സച്ചിന്റെ പോസ്റ്റിനടിയിൽ വന്ന കമന്റുകളാണ്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. അന്ന് ആ പോസ്റ്റിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ സച്ചിനെ കിട്ടുന്ന കമന്റുകളായിരുന്നു അധികവും. പിന്നീട് സെമിഫൈനൽ. സഞ്ജു, ബുംറ, പാണ്ഡ്യ, ബേസൽ ഇങ്ങനെ ഒരുപാട് പേർ നന്നായി പെർഫോമൻസ് ചെയ്തിട്ടും സെമിഫൈനൽ കഴിഞ്ഞുള്ള സച്ചിന്റെ പോസ്റ്റിലും സച്ചിൻ ഒരൊറ്റ പേര് മാത്രമാണ് പരാമർശിച്ചത്, സഞ്ജുവിന്റെ പേര്. അതവർ കണ്ടില്ല എന്ന് നടിച്ചു. അടുത്തത് ഫൈനലിൽ ആദ്യ ഇന്നിംഗ്സിൽ സഞ്ജുവിന്റെ ബാറ്റിംഗിൽ വന്ന പക്വതയെക്കുറിച്ച് സച്ചിൻ പറഞ്ഞത് ആദ്യ ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ വന്ന ചില കമന്റുകൾ ഇതൊക്കെയാണ്: ജയിച്ചു കഴിഞ്ഞാൽ എല്ലാ തെണ്ടികളും സപ്പോർട്ടാണ്. ഇവന്റെ ഡയലോഗ് ഇപ്പോഴാണല്ലോ വന്നത്, ഇപ്പോഴെങ്കിലും ഇവൻ അംഗീകരിച്ചല്ലോ. ഇതെല്ലാം ഇങ്ങനെ എയറിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യ കിരീട വിജയം നേടി സഞ്ജുവിന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം നൽകി അദ്ദേഹത്തോട് ഇയാൻ ബിഷപ്പ് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെട്ടത്. സഞ്ജു തന്റെ യാത്രയിലെ കാഠിന്യമേറിയ ദിനങ്ങളെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെ തന്റെ ശരീരവും മനസ്സും ടെക്നിക്കുമെല്ലാം പാകപ്പെടുത്തി ആ പരാജയങ്ങളിൽ നിന്നും പുറത്തെത്തി. ആരാണ് ഇതിനെല്ലാം സഹായിച്ചത്? ഇതെല്ലാം സഞ്ജു പറഞ്ഞു. ആരാണ് ഇതിനെല്ലാം സഹായിച്ചതെന്ന് സഞ്ജു അപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്. ആരായിരിക്കും അത് എന്ന് എല്ലാവരും ഒരു നിമിഷം ചിന്തിച്ചു. പല പേരുകളും ആളുകൾ പ്രതീക്ഷിച്ചു. എനിക്കിപ്പോൾ ഇതിവിടെ പറയാൻ പറ്റുമെന്ന് കരുതുന്നു എന്ന മുഖവരിയോടെയാണ് സഞ്ജു ആ പേര് പറയുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിന്റെ ഏറ്റവും വലിയ ആരാധകർ പോലും സ്വപ്നേന വിചാരിച്ചിരുന്നില്ല തങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന പേര് സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറുടേതായിരിക്കുമെന്ന്. ആ വാക്കുകൾ കാതുകൾക്ക് കുളിരേകുവാൻ ഒരു പ്രധാന കാരണമുണ്ട്. സച്ചിനെ കുറിച്ച് സഞ്ജു പറഞ്ഞതിലേക്ക് വരും മുമ്പ് അത് പറയേണ്ടതുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലും സമാനതകളില്ലാത്ത പ്രകടനം നടത്തി മുന്നേറിക്കൊണ്ടിരുന്ന ശുഭ്മാൻ ഗിൽ എന്ന യുവ ക്രിക്കറ്റർ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരികെ എത്തിയതോടെയാണ് സച്ചിനെതിരെയുള്ള സോഷ്യൽ മീഡിയ ആക്രമണം ആരംഭിച്ചത്. സച്ചിൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഭാവി മരുമകൻ ശുഭ്മാൻ ഗില്ലിനെ ടീമിൽ തള്ളിക്കയറ്റാൻ ശ്രമിക്കുകയാണ് എന്നും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഇല്ലാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണക്കാരിൽ ഒരാൾ സച്ചിനാണെന്നുമുള്ള പ്രചരണങ്ങൾ ഇത് ഒരുപാട് പേർ ഏറ്റെടുത്തു. സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മുന്നിൽ സച്ചിന് ഒരു വില്ലൻ ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ സച്ചിൻ വിരോധികൾ ഇതിലൂടെ ശ്രമിക്കുകയായിരുന്നു. മുംബൈ ലോബി ഉപയോഗിച്ച് മുംബൈ സെലക്ടറായ അഗാർക്കറോട് പറഞ്ഞ് സച്ചിൻ സഞ്ജുവിനെ ഒഴിവാക്കുന്നതാണത്രേ. അതാണ് ഏറ്റവും വലിയ കോമഡി. കാരണം താൻ സെലക്ടറായി നാളിതുവരെ പ്രഖ്യാപിച്ച എല്ലാ 2020 ടീമുകളിലും സഞ്ജുവിന്റെ പേര് ഉൾപ്പെടുത്തിയ ഒരേ ഒരു സെലക്ടറാണ് ഇവർ ഈ പറയുന്ന മുംബൈ ലോബിയുടെ അജിത് അഗാർക്കർ. അഗാർക്കറെ കുറിച്ചും മുംബൈ ലോബിയെക്കുറിച്ചും ഒരുപാട് വിശദമായി പറയാനുണ്ട്. അത് ഉടനെ പറയാം. ഇതിൽ വരുന്ന കമന്റുകൾ കൂടെ ചേർത്ത് വേണം അതെല്ലാം പറയാൻ. എന്നാൽ ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് സാക്ഷാൽ സഞ്ജു സാംസൺ തന്നെ തച്ചു തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഫോം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ സഞ്ജു തന്റെ പിതാവിനെ വിളിച്ച് എനിക്ക് പറ്റുന്നില്ല അച്ഛാ എന്ന് നിസ്സഹനായി വിതുമ്പുന്നു. ഇനി എന്താണ് തനിക്ക് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ച് മറ്റേത് ക്രിക്കറ്ററെ പോലെയും അയാൾ ഒടുവിൽ ആ ഇതിഹാസത്തിന് മുന്നിൽ തന്നെയാണ് അഭയം പ്രാപിച്ചത്, സച്ചിൻ തെണ്ടുൽക്കറുടെ. വിരാട് കോഹ്ലി തന്റെ കരിയർ തുടങ്ങി ആദ്യ വിജയങ്ങൾ സമ്പാദിക്കുന്ന സമയം. ആ സമയത്ത് സച്ചിൻ തെണ്ടുൽക്കർക്ക് അദ്ദേഹം എഴുതിയ ഒരു തുറന്ന കത്താവാം സഞ്ജു എന്ന് അപ്പോൾ ഓർത്തത്. ഫോം നഷ്ടപ്പെട്ട് തുടർച്ചയായി ഔട്ടായി പോയിരുന്ന കോഹ്ലി 2011 സച്ചിനെ സമീപിച്ചു. സച്ചിനാണ് കോഹ്ലിയെ തിരിച്ചു കൊണ്ടുവന്നത്. കോഹ്ലി എഴുതിയ ആ കത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട സച്ചിൻ ബാജി, ഞാൻ ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുമെന്ന് താങ്കൾ എന്നോട് പറഞ്ഞു. അതുവരെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ സെഞ്ചുറി നേടാൻ കഴിയുമെന്ന് താങ്കൾക്ക് തോന്നിയെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു എനിക്കതിന് സാധിക്കുമെന്ന്. താങ്കൾക്കറിയില്ല ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എൻ്റെ ജീവിതം മാറ്റിമറിച്ചുവെന്ന്. നിങ്ങളുടെ മോട്ടിവേഷനാണ് എനിക്ക് എന്നും ബലം നൽകിയിരുന്നത്. സഞ്ജുവും സമീപിച്ചത് സച്ചിനെ തന്നെയായിരുന്നു. തലമുറകളായി ഇന്ത്യൻ ക്രിക്കറ്റ് പ്രചോദിപ്പിക്കുന്ന ആ മനുഷ്യനെ. സഞ്ജുവിന്റെ വാക്കുകൾ പ്രകാരം ഹ്യൂജ് അവേഴ്സാണ് സച്ചിൻ സഞ്ജുവിനായി നീക്കിവെച്ചത്. സച്ചിൻ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വാചാലനായില്ല, ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തില്ല. സഞ്ജു ഓരോ വിജയം നേടുമ്പോഴും അതിൽ പോലും തന്നെ സഞ്ജു സമീപിച്ചിരുന്നു എന്ന് ഒരിക്കൽ പോലും സച്ചിൻ വെളിപ്പെടുത്തിയില്ല. തന്റെ ഭാവി മരുമകനെ ടീമിലെത്തിക്കാൻ പ്രയത്നിക്കുന്നുവെന്ന് വിമർശന കോമാളികൾ വായിട്ടലയ്ക്കുന്ന സമയത്തും അദ്ദേഹം മറുവശത്ത് സഞ്ജുവിനെ കൈപിടിച്ചുയർത്തുന്ന തിരക്കിലായിരുന്നു. തന്റെ മകന്റെ വിവാഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ പോലും അദ്ദേഹം സമയം കണ്ടെത്തി സഞ്ജുവിനെ അങ്ങോട്ട് വിളിച്ച് അയാൾ ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തുന്ന കരുതലാണ് സച്ചിന്റെ ഭാഗത്തു നിന്ന് സഞ്ജുവിന് ലഭിച്ചത്. സഞ്ജു അതെല്ലാം നന്ദിയോടെ ഓർത്ത് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിലും ഇപ്പോഴും കുറെ കോമാളികൾ ഈ ദിവസവും ഇന്നത്തെ ദിവസവും സച്ചിനെ അധിക്ഷേപിക്കാൻ വേണ്ടി കൂടി മാറ്റിവെക്കുമായിരുന്നില്ലേ? ഇന്ത്യൻ വിമൻസ് ടീം ലോകകപ്പ് നേടിയത് ഇക്കഴിഞ്ഞ നവംബറിലാണ്. അന്ന് ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ചായ ഷഫാലിക്കും അന്ന് മത്സരശേഷം പറയാനുണ്ടായിരുന്നത് സച്ചിന്റെ പേരായിരുന്നു. സച്ചിൻ തുടർച്ചയായി തനിക്ക് കോൺഫിഡൻസ് നൽകിക്കൊണ്ടിരുന്നു എന്ന്. പ്രിയപ്പെട്ട സച്ചിൻ, നിങ്ങൾക്ക് മതിയായില്ലേ? നിങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിനായി എത്ര നാളായി ഇങ്ങനെ പണിയെടുക്കുന്നു?
10 വർഷക്കാലം സ്ക്വാഡിൽ പോലും എടുക്കാതെ വിട്ട സൗത്ത് ഇന്ത്യൻ പ്രതിനിധികളായ ചീഫ് സെലക്ടർമാരും കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും ഗോഡ്ഫാദർ ചമയുകയും ചെയ്ത് സെലക്ടർമാർ ടീമിലെടുത്താൽ പോലും കളിപ്പിക്കാതെ വർഷങ്ങളോളം ബെഞ്ചിലിരുത്തുകയും ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ കോച്ചുകളും കളിപ്പിക്കാൻ പറ്റുമായിരുന്ന സമയത്ത് അത് ചെയ്യാതെ വിരമിച്ച ശേഷം തോളിൽ തട്ടിയിട്ട് പോകുന്നവരുമൊക്കെ ഇവിടെ ഉള്ളപ്പോഴാണ് മുംബൈ ലോബിക്കാരായ സച്ചിനും അഗാർക്കറും സൂര്യകുമാറും ഒക്കെ വ്യത്യസ്തരാകുന്നത്. വെൽഡൻ സഞ്ജു, കളിയിലും കളി കഴിഞ്ഞും നിങ്ങൾ മഹത്തായ കുറേ കാര്യങ്ങൾ ചെയ്തു.